സംവിധായകൻ തരുൺ മൂർത്തി. അദ്ദേഹത്തെ അറിയാത്തവർ വിരളമായിരിക്കും, എങ്കിലും പറയാം. ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളക്ക എന്ന മികച്ച സിനിമകളെടുത്ത സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ സിനിമയാണ് മോഹൻലാൽ നായകനാകുന്ന തുടരും. മോഹൻലാലും ശോഭനയും 20 വർഷങ്ങൾക്ക് ശേഷം നായികാനായകന്മാരായി ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. തുടരും മോഹൻലാലിൻ്റെ 360ാമത്തെ സിനിമയാണ്. അതിൻ്റെ സംവിധായകൻ തരുൺ മൂർത്തിയുടെ ഒരു പ്രസ്താവന, ഒരു പ്രതികരണം എന്താണെന്ന് നമുക്ക് കേൾക്കാം. സുഹൃത്തുക്കളെ, അപ്ഡേറ്റഡ് ആയിട്ടുള്ള എല്ലാ മലയാളം മൂവി ന്യൂസുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. ഒരുപാട് നാളുകളായി പല ലാലേട്ടൻ ആരാധകരും ഉന്നയിക്കുന്ന ഒരാവശ്യമാണ് പഴയ മോഹൻലാലിനെ തിരിച്ചു വേണമെന്നത്. എന്നാൽ ആ ആവശ്യം ശരിയല്ല എന്ന് പറയുകയാണ് സംവിധായകൻ തരുൺ മൂർത്തി. പഴയ മോഹൻലാലിനെ വേണമെന്ന മനസ്ഥിതി എല്ലാവരും ഉപേക്ഷിക്കണം. അദ്ദേഹത്തിൻ്റെ അഭിനയത്തിന് പുതിയ രീതികളുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയുടെ സംവിധായകനായ തരുൺ മൂർത്തി പറയുന്നത്. പഴയ ലാലേട്ടന് ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. പഴയ ലാലേട്ടൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾക്ക് ഒരു ഇമോഷൻ ഉണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിന് പുതിയൊരു സ്റ്റൈലുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറിക്കും അഭിനയത്തിനുമെല്ലാം ഒരു പുതിയ സ്റ്റൈൽ ഫ്ലേവർ ഉണ്ട്. ലാലേട്ടൻ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് അദ്ദേഹത്തെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും മോനുമൊക്കെ വലിയ ഇഷ്ടമാണ്. എൻ്റെ മോൻ ഒരു പുലിമുരുകൻ ഫാനാണ്. അത്രയും തലമുറയെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അതായത് സംവിധായകൻ്റെ അച്ഛനും അമ്മയ്ക്കും പുതിയ തലമുറയായ മകനുൾപ്പെടെ ലാലേട്ടൻ്റെ പുതിയ സ്റ്റൈലിനോടും പഴയ സ്റ്റൈലിനോടും യോജിക്കാൻ കഴിയുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതാണ്. അപ്പോൾ നമ്മൾ അതുമാത്രം നോക്കിയാൽ മതി. ആരൊക്കെ അദ്ദേഹത്തെ ഏതു ടൈമിലും എല്ലായ്പ്പോഴും ഇഷ്ടപ്പെടുന്നു എന്ന് നോക്കിയാൽ മാത്രം മതി എന്നാണ് സംവിധായകൻ അഭിപ്രായപ്പെട്ടത്. അതേസമയം തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം തുടരും റിലീസിനൊരുങ്ങുകയാണ്. ചിത്രം മെയ് മാസത്തിൽ തിയേറ്ററുകളിലെത്തുമെന്നാണ് അനൗദ്യോഗിക റിപ്പോർട്ടുകൾ. ഒരു ഫാമിലി ഡ്രാമ സ്വഭാവത്തിൽ ഒരുങ്ങുന്ന തുടരും എന്ന സിനിമയിൽ ഒരു സാധാരണ ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത്. മോഹൻലാലും ശോഭനയും കൂടി 20 വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് തുടരും. 2004 ജോഷി സംവിധാനം ചെയ്ത മാമ്പഴക്കാലത്തിലാണ് ഇരുവരും അവസാനമായി ജോഡികളായത്. 2009 റിലീസ് ചെയ്ത സാഗർ എലിയാസ് ജാക്കി എന്ന ചിത്രത്തിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിരുന്നെങ്കിലും നായികാനായകന്മാരായി അഭിനയിച്ചിരുന്നില്ല. ഏതായാലും ലാലേട്ടൻ്റെ പുതിയ സിനിമ സംരംഭമായ തുടരും സിനിമയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേടുന്നു. ഒരിക്കൽ കൂടി പറയട്ടെ, എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക.